കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സന്ദർശന ഫീസ് വർധന പിൻവലിച്ച ഉത്തരവ് സ്വാഗതാർഹമെന്ന് ഡിവൈഎഫ്ഐ. എന്നാൽ ആശുപത്രിയെ സമരഭൂമിയാക്കുന്നവരുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി.സി. ഷൈജു പറഞ്ഞു. സന്ദർശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ നടപടിയെ ആദ്യം തന്നെ ഡിവൈഎഫ്ഐ എതിർത്തിരുന്നു. വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർക്ക് കത്ത് നൽകുകയും സർക്കാർ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ നിയന്ത്രണം സന്ദർശകരെ പൂർണ്ണമായും ഒഴിവാക്കാനാണെന്നാണ് അധികൃതർ പറഞ്ഞത്. സന്ദർശനത്തിന് ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ആശുപത്രി സമരഭൂമിയാക്കാനുള്ള ശ്രമം ഡിവൈഎഫ്ഐക്ക് അംഗീകരിക്കാനും കഴിയില്ല. ആശുപത്രി അധികൃതർ പറഞ്ഞത് ഈ നിയന്ത്രണം വലിയ രൂപത്തിലേക്ക് ഇവിടെ രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ ഗുണകരമായിട്ടുണ്ട്. അത് തുടരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫീസ് ഈടാക്കിയത് എന്നാണ്. ആ നിലപാടിനോട് ഡിവൈഎഫ്ഐക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കോഴിക്കോട് ഈ മെഡിക്കൽ കോളേജിനകത്ത് നിയന്ത്രണം അനിവാര്യമാണ്. മറിച്ചിപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ വലിയ രൂപത്തിലേക്ക് വളർന്നു. രോഗികളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ ആശുപത്രി ഒരു സമരകേന്ദ്രമായി 2-3 ദിവസമായി മാറിയിരിക്കുകയാണ്. ഒരു സമരത്തെയും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ആശുപത്രി ക്യാമ്പസ് എന്നെല്ലാം പറയുന്നത് ഒരു സമരകേന്ദ്രമായി മാറേണ്ടത് അത് 2ാം ഘട്ടത്തിലാണ്. ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം ആകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് ആശുപത്രിയെ പോലെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ സമരകേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റേണ്ടത്. മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഫീസ് ഉയർത്താൻ തീരുമാനിച്ചത്. പല അവസ്ഥകളിലുള്ള രോഗികൾ വാർഡുകളിൽ ചികിത്സ തേടുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് സന്ദർശകരെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ SSLC+2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പി.സി. ഷൈജു വിജയികളെ അനുമോദിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കരിയർ ക്ലാസും നടന്നു.